അപ്പോൾ നമ്മളെ പൊന്നാര മക്കളെ നമ്മളെ കുഞ്ഞാമ്മാൻ്റെ പെരൻ്റെ തൊട്ടടുത്തുള്ള തോട്ടമാണ് ഇട്ടത്. ഇതാണ് തേയിലത്തോട്ടം. ഈ ഒരു തേയിലത്തോട്ടം എന്ന് വെച്ചാൽ ഓലെ പെരീക്കുള്ള വയ്യെന്ന് പറഞ്ഞാൽ ഇതാണ്. തേയിലത്തോട്ടത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. സംഭവം നല്ല ചൊറുക്കുള്ള സ്ഥലമാണ്. പക്കെങ്കിൽ ഒറ്റക്കാണെന്നുള്ളൊരു പേടിയാണ് ഓൾക്കുള്ളത്. പുതിയാപ്പിളാണ് ഇപ്പോൾ ഗൾഫിലേക്കും പോയിക്കണ്. അപ്പോൾ 3 കുട്ടികളായിട്ട് ഓൾക്ക് നിൽക്കാൻ വല്ലാത്തൊരു പ്രയാസം പോലെയാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി എന്തും കാണുമ്പോഴേ ഇവിടെ ഇട്ടിട്ട് പോകാൻ തോന്നില്ല. പിന്നെ ഇവിടുത്തെ മനുഷ്യന്മാരും തന്നെ കേട്ടോ നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ്. ചീരാൽ കൊഴുവണ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണിത്. ഏതായാലും നമുക്ക് ഈ ഒരു ഇതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അല്ലേ. തേയിലത്തോട്ടം തേയില എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ. അപ്പോൾ ഈ തേയില എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. ഈ ഒരു സംഭവമാണ് ഫസ്റ്റ് ക്വാളിറ്റി ഇല. ഇത് എത്ര തെളുപ്പുള്ള ഇല കണ്ടില്ലേ. പിന്നെ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വേക്കത്തി കുറച്ച് കടും പച്ച ഇല ആയിരിക്കും തോന്നുന്നുണ്ട്, അറിയില്ല കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി ഇല സംഭവം എന്തായാലും ഇതാണ്. അങ്ങനെ തേയിലത്തോട്ടമൊക്കെ നമ്മൾ കണ്ട് ഇവിടെ എത്തുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ. നല്ലൊരു തണുപ്പും കുളിരും എല്ലാം കൂടിയാണ് ഇവിടെ എത്തിയത്. നല്ലൊരു അങ്ങോട്ട് നോക്കിക്കാണെങ്കിൽ അപ്പുറത്തൊരു വീടൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ വീട്ടിലേക്കുള്ള വഴി അപ്പുറത്തൊരു ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളി വീടുണ്ട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ആ വീട്ടുകാരുടെയാണോ ഈ ഒരു തേയിലത്തോട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെയൊക്കെ നല്ലൊരു നട്ടുച്ച സമയമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ചൂടറിയണില്ല എന്ന് വെച്ചാൽ എന്താ നല്ലോണം തണുത്ത കാറ്റും എന്താ അല്ലേ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായി നിൽക്കണം. അടിപൊളി ഏരിയ. എന്താ മക്കളെ ഭംഗി. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞാമ്മാൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണിച്ചത് അതാണ് കുഞ്ഞാമ്മാൻ്റെ വീട്. കുഞ്ഞാമ്മ ഞങ്ങൾ വന്ന സമയത്ത് പെട്ടെന്ന് നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടൊന്ന് തമിഴ്നാട് വഴിയാണ് നമുക്ക് അങ്ങോട്ട് പെരീക്ക് പോകാനുള്ളത്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും പൊന്നാര മക്കളെ വല്യമ്മാൻ്റെ പെരും കൂടെയൊക്കെ ഞാൻ കാണിച്ചു തന്നല്ല സ്ഥലമൊക്കെ. അപ്പോൾ കുഞ്ഞാമ്മാൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇതാണ് തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് കുഞ്ഞാമ്മാൻ്റെ വീട്. കുഞ്ഞാമ്മാൻ്റെ വീട്ടിൽ കുഞ്ഞാമ്മക്ക് 3 കുട്ടികളാണ്. നിങ്ങൾ കുഞ്ഞാമ്മ പറയുമ്പോഴേ എല്ലാവർക്കും ചെറിയൊരു ഇതുണ്ടാവും. സാധാരണ കുഞ്ഞാമ്മ പറയുമ്പോൾ ഉമ്മാൻ്റെ അഞ്ചത്തിയാൾ പറയുമ്പോൾ വലിയ താത്താരെ നിങ്ങൾ വിചാരിക്കും അല്ലേ, കുറച്ച് പ്രായം ചെന്നോലാന്ന്. അങ്ങനെയല്ല കേട്ടോ മക്കളെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വല്യമ്മക്ക് 4 ആൺമക്കളും 2 പെൺമക്കളുമാണ്. അതിൽ ഏറ്റവും മൂത്തതിൻ്റെ രണ്ടാമത്തതാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മാനെ പ്രസവിച്ച് എൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചതിൻ്റെ ശേഷം 16 വയസ്സിൽ കല്യാണം കഴിച്ച് ഉമ്മാനെ അങ്ങോട്ട് മലപ്പുറം ജില്ലയ്ക്ക് കെട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇവിടെ കുഞ്ഞാമ്മാനെ വല്യമ്മ ഗർഭിണിയാണിത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഞാനും വന്നു, എൻ്റെ കുഞ്ഞാമ്മ ആദ്യം വന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഞാനും വന്നു. അതുകൊണ്ട് തന്നെ എനിക്കും ഓൾക്കും തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം 1 വയസ്സിൻ്റെ വ്യത്യാസമാണ് എൻ്റെ കുഞ്ഞാമ്മ എന്ന് പറയുമ്പോൾ. കാരണം കുഞ്ഞാമ്മാൻ്റെ കുട്ടികളെ ഞാൻ കാണിച്ചു തരാം. ചെറിയ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട് കേട്ടോ ഓൾക്ക്. അപ്പോൾ അതാണ് സംഭവം. ഞങ്ങൾ കുഞ്ഞാമ്മ പറയുമ്പോൾ നമ്മൾ സാധാരണ വലിയ അമ്മാൻ്റെ അനിയത്തിന്ന് വിചാരിക്കില്ല. അങ്ങനെയല്ല, ഇന്ത്യയൊക്കെ പ്രായം തന്നെ ഉള്ള അനിയത്തിയാണ് കുഞ്ഞാമ്മ എന്ന് പറഞ്ഞാൽ. ഓൾക്ക് 3 പെൺകുട്ടികളാട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് ബാക്കിയൊക്കെ കാണാം. അപ്പോൾ തേയിലത്തോട്ടങ്ങൾ ഇഷ്ടപ്പെട്ടാക്കണോ, തേയിലങ്ങൾ കണ്ടക്കണോ, എന്തായാലും കാണാത്തോലൊക്കെ നല്ലോന്ന് കണ്ടോളിട്ടോ. ഇതാണ് തേയില. ഈ ഒരു സംഭവമാണ് തേയില കേട്ടോ. അപ്പോൾ കണ്ട എന്താ അല്ലേ നല്ല ഭംഗിയുള്ള ഇലയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ഇതിങ്ങനെ ഒപ്പം വെട്ടിയ പോലെ ബുഷ് പോലെ നിൽക്കുന്നത്. അപ്പൻ്റെ പൊന്നാര മക്കളെ ഏതായാലും അങ്ങോട്ട് പോട്ടെ. ഇനിയിപ്പോൾ ഓള് ചോറും എന്തൊക്കെ ചിക്കനും നെയ്ച്ചോറും എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കണം. നട്ടുച്ച സമയമാണ്. ഇപ്പോൾ ബാങ്ക് കൊടുത്തിക്കണ് തോന്നുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം ഞങ്ങൾ ചോറിനിട്ട് ഞങ്ങളിന്ന് തമിഴ്നാട് വഴിയായിട്ട് പോണത്. അപ്പം എന്നാൽ ശരി മക്കളെ.